ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ത്രെഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2-3 കാര്യങ്ങളാണ്. ക്ലിയർ? ഒന്ന് കുക്കീസ്, രണ്ടാമത്തത് ആഡ്വെയർ എന്ന് പറയുന്ന പ്രോഗ്രാംസ്, അതുപോലെ തന്നെ മൂന്നാമത്തത് സ്പൈവെയർ. ഓക്കെ, സോ ആദ്യത്തെ നോക്കാം. എന്താണ് വെബ് കുക്കീസ് അല്ലെങ്കിൽ കുക്കീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, സോ ഇറ്റ് ഈസ് എ സ്മോൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ഓർ എ ഫയൽ sent by a web server to store on a web browser so that it can later be read back quickly from that browser. സാധാരണ നമുക്കറിയാം, ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ ക്ലിയർ കുറേയധികം നോഡുകൾ അല്ലെ, ക്ലയൻറ്റ് സിസ്റ്റംസ് സെർവറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെർവറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടി, എക്സ്ചേഞ്ചിന് വേണ്ടി, സെർച്ചിങ്ങിന് വേണ്ടി, റിട്രീവലിന് വേണ്ടിയൊക്കെ സെർവറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ സെർവറിന് ഈ ഓരോരോ മെഷീൻസിനെയും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? അതിൻ്റെ യൂസർ അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ സോഴ്സ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി, യൂസർ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി, മെഷീൻ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഓക്കെ, ഒരു വെബ് സെർവർ എന്ത് ചെയ്യും? അതിലേക്ക് വരുന്ന റിക്വസ്റ്റുകൾ അയക്കുന്ന ക്ലയൻറ്റ് സർവീസ്, ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ അല്ലേ, അവിടെ നിന്നാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ഉപയോഗിക്കാറുണ്ട്? സാധാരണ നെറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി വെബ് ബ്രൗസറാണ് ഉപയോഗിക്കുക അല്ലേ. വെബിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി സെർച്ചിങ്ങിൻ്റെ ഭാഗമായി അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിന് പറയുന്ന പേരാണ് വെബ് ബ്രൗസർ. അപ്പോൾ ബ്രൗസർ ഉപയോഗിച്ചാണ്, സേ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ക്രോം അല്ലേ, ഇറ്റ്സ് എ വെബ് ബ്രൗസർ. ഓക്കെ, അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഫയർഫോക്സ് എന്ന് പറയുന്നത് എന്താ? വെബ് ബ്രൗസറാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ബ്രൗസർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ബ്രൗസറിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കും ക്ലിയർ, ഒരു ഫയൽ കൊടുക്കും, ഒരു ഇൻഫർമേഷൻ ഫയൽ കൊടുക്കും ക്ലിയർ. അത് എന്ത് റിട്രീവ് ചെയ്യുന്നു? ധാരാണ് അല്ലേ, ഏത് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത്, അതിൻ്റെ സോഴ്സ് എന്താണ്, അങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഈ ഇൻഫർമേഷൻ ഒരിക്കൽ സെർവറിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, അതിനനുസരിച്ചിട്ടാണ് ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത് ക്ലിയർ. അപ്പോൾ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ സെർവർ ഒരു ക്ലയൻറ്റിലേക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം വീണ്ടും ഈ ബ്രൗസറിൽ നിന്നൊരു റിക്വസ്റ്റ് പോകുമ്പോൾ സെർവർക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി വെബ് സെർവർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു പ്രോഗ്രാം, ചെറിയൊരു ഫയൽ ക്ലിയർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ക്ലിയർ, ഇൻഫർമേഷൻ ഫയലിൻ്റെ ഒരു കോപ്പി ക്ലിയർ, ഐഡൻറ്റിഫിക്കേഷൻ ഫയലിൻ്റെ ഒരു കോപ്പി ബ്രൗസറിലേക്ക് അയക്കുന്നു. ഈ ബ്രൗസറിൽ ഇത് ഡീഫോൾട്ടായിട്ട് സ്റ്റോർ ആവും ക്ലിയർ. ഇങ്ങനെ സ്റ്റോർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? നെക്സ്റ്റ് ടൈം നമ്മൾ ബ്രൗസർ ഉപയോഗിച്ചിട്ട് വെബ് സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെർവറിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യും, നമ്മളെ പോലും പെർമിഷൻ ഇല്ലാതെ ചെയ്യും ക്ലിയർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വെബ് സെർവർക്ക് വളരെ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും സെർച്ച് റിസൾട്ട് കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പം ഈ രീതിയിൽ നടത്തപ്പെടുന്ന അല്ലെ, അതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രോഗ്രാമുകളെ, ചില ഫയൽസിനെയാണ് എന്ത് പറയുന്നത്? കുക്കീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അത് 2 തരത്തിൽ നമ്മൾ പറയാറുണ്ട്. വെബ് കുക്കി ഉണ്ട്, ബ്രൗസർ കുക്കീസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് സിംപ്ലിഫൈസ് ദ വെബ് സെർച്ച് ആൻഡ് പ്രൊഡ്യൂസസ് ക്വിക്ക് വെബ് റെസ്പോൺസസ് ക്ലിയർ. ഒരു കാര്യം നമ്മൾ സെർച്ച് എഞ്ചിൻ്റെ ബോക്സിൽ ടൈപ്പ് ചെയ്ത് അത് നമ്മുടെ ബ്രൗസറിൽ നിന്നും നമ്മുടെ മെഷീനിൽ നിന്നും കമ്പ്യൂട്ടറിൻ്റെ സെർവർ ഇരിക്കുന്ന അല്ലേ, വെബിലുള്ള സെർവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നെറ്റ് വഴി പോയി ആ സെർവറിൽ ആ ഡാറ്റ പരിശോധിച്ച് ആ ഡാറ്റയിൽ നിന്ന് റിട്രീവ് ചെയ്ത് വീണ്ടും പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇത് അയച്ച് അല്ലേ, നമുക്കത് കിട്ടുന്നതിന് വേണ്ടി എടുക്കുന്ന ഡിലേ അല്ലെങ്കിൽ സമയം അല്ലേ, അത് കുറയ്ക്കാൻ പറ്റും നെക്സ്റ്റ് ടൈം. എങ്ങനെയാണെങ്കിൽ ഈ കുക്കീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെർച്ചിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് അതിലുണ്ട് ക്ലിയർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൺസേൺഡ് ആയിട്ടുള്ള ഫയൽസ്, നമുക്ക് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേജുകൾ, വെബ് പേജുകൾ നമുക്ക് അവൈലാക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ളൊരു സെർച്ചിങ് ഇതിലൂടെ കഴിയും ക്ലിയർ. സോ ഇറ്റ് സിംപ്ലിഫൈസ് ദ വെബ് സെർച്ച് ആൻഡ് പ്രൊഡ്യൂസസ് ക്വിക്ക് വെബ് റെസ്പോൺസസ്. വളരെ പെട്ടെന്ന് ഡാറ്റ നമുക്ക് കിട്ടുന്നതിനോ വെബ് റെസ്പോൺസ് കിട്ടുന്നതിനോ ഇതിലൂടെ കഴിയും. അപ്പോൾ അത് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു കാര്യം, പോസിറ്റീവ് സൈഡാണ് വെബ് കുക്കിയുടെ അല്ലെങ്കിൽ കുക്കീസിൻ്റെ ക്ലിയർ. പക്ഷേ എന്തുകൂടെ സംഭവിക്കുന്നതിൽ ഇതിൻ്റെ ഭാഗമായി ക്ലിയർ ചില പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിയർ, ചില ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റീൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്
Clear? So it contains some personal information that can be misutilized. സാധാരണ നോർമലായിട്ടുള്ളൊരു ഒഫീഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അത് അഡ്വാൻറ്റേജസ് മാത്രമാണ്, വേറെ ഒരു കാര്യത്തിന് ഇത് ഉപയോഗിക്കപ്പെടില്ല. പക്ഷേ മിസ്യൂട്ടിലൈസ് ചെയ്യാനുള്ള, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ മിസ്യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയർ? അപ്പം അങ്ങനെയുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട്, ഒരു ത്രെട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുക്കീസുമായി ബന്ധപ്പെട്ടിട്ട് വരാവുന്ന ട്രാൻസാക്ഷൻ 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന്, കുക്കി ഈസ് സ്റ്റോർഡ് in the user's computer mostly without consent or knowledge of the user. ആദ്യം എന്ത് ചെയ്യുന്നു, വെബ് സെർവറിൽ നിന്നുള്ള ഇൻഫർമേഷൻ, ക്ലിയർ, ഈ ഫയല് എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ് ബ്രൗസറിൽ, കമ്പ്യൂട്ടറിൽ സ്റ്റോർഡ് ആവും. ക്ലിയർ? ഇതാണ് ആദ്യത്തെ സ്റ്റേജ് ഒന്ന്. രണ്ടാമത്തെ സ്റ്റേജ് എന്താ, കുക്കി ഈസ് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫേർഡ് ഫ്രം യൂസേഴ്സ് മെഷീൻ ടു ദ വെബ് സെർവർ ഓൺ ദ നെക്സ്റ്റ് ടൈം. അടുത്തൊരു സമയത്ത് നെക്സ്റ്റ് ടൈം നമ്മൾ വെബ് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഇൻഫർമേഷൻ, ഈ കുക്കി ഫയൽ, ക്ലിയർ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, അത് സെർവറിലേക്ക് അയക്കുന്നു. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഒതൻറ്റിക്കേഷന് വേണ്ടി പെട്ടെന്ന് അയക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2 സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇനീഷ്യൽ സ്റ്റേജിൽ വെബ് സെർവറിൽ നിന്നുള്ള കുക്കി ഫയൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്ലയൻറ്റ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ? രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫയൽ എന്ത് ചെയ്യുന്നു, ഇതിലുള്ള ഇൻഫർമേഷൻ ഫയൽ എന്ത് ചെയ്യുന്നു, കോപ്പീസ് ഓഫ് ദിസ് വിൽ ബി സെൻഡ് ടു ദ സെർവർ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ സ്റ്റേജസ്. ക്ലിയർ? ഒരു തരത്തിൽ ഇത് അഡ്വാൻറ്റേജസ് ആണ്, സിംപ്ലിഫൈ ചെയ്യും, ഈസി ആക്കി മാറ്റും ഒക്കെ ചെയ്യും. പക്ഷേ എന്തുകൂടെയുണ്ട്, ദർ ഈസ് എ സം ഡിഗ്രി ഓഫ് ത്രെറ്റ്, ക്ലിയർ, ഇൻ ദ ഫോം ഓഫ് personal data stealing. Clear? So this is related to cookies. നിങ്ങൾ ചിലപ്പോൾ വെബ്സൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത്, ചില വെബ്സൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലേ, അവരത് ഒരു റെസ്പോൺസ് ആയിട്ട് നിങ്ങളൊരു പോപ്പപ്പ് മെസ്സേജ് വരും അല്ലേ, കുക്കീസ് പോളിസി ഇതാണ് അല്ലേ, ഡു യു വാണ്ട് ടു എനേബിൾ കുക്കീസ്. ക്ലിയർ? നിങ്ങൾ കുക്കി ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, വെദർ യു ആർ എഗ്രീയിങ് ടു ഡൗൺലോഡ് കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ചില വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിൽ കുക്കീസ് എനേബിൾ ചെയ്യണം, അതല്ലെങ്കിൽ അവരത് പെർമിറ്റ് ചെയ്യില്ല. ക്ലിയർ? ചിലത് അതില്ലാതെ തന്നെ ചെയ്യും. ഓക്കെ, ഇപ്പം ഇങ്ങനെ കുക്കീസ് ഒരു തരത്തിലുള്ള പ്രോഗ്രാമാണ് നമ്മൾ മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് ആഡ്വെയർ. ഇതിനെപ്പോലെ തന്നെ വരുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. എൻ്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ആഡ്വെയർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ക്ലിയർ? സോ ദീസ് ആർ ഓൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാം, സോഫ്റ്റ്വെയർ ഓർ computer program used for the purpose of publicity, promotion, advertisement. Clear? So adware is a form of spyware that collects information about the user in order to display advertisement in the web browser based on the information it collected from the user's browsing pattern. Clear? അപ്പോൾ നമുക്കറിയാം, ബ്രൗസർ ഉപയോഗിക്കുന്ന, ഇൻ്റർനെറ്റിൽ ബ്രൗസർ ഉപയോഗിക്കുന്ന ആളുകൾ സാധാരണ ഇൻ്റർനെറ്റിൽ ബ്രൗസർ ഉപയോഗിച്ച് എന്തെല്ലാം സെർച്ച് ചെയ്യുന്നു, എന്തെല്ലാം പ്രോഡക്റ്റ് ആണോ, സർവീസാണോ, അല്ലെങ്കിൽ അവരുടെ കീവേഡുകളാണോ, എന്തൊക്കെയാണോ സെർച്ച് ചെയ്യുന്നത്, ഈ സെർച്ചിങ്ങിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലേ, ഒരു പ്രോഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഇയാൾക്ക് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, മാനുഫാക്ചറേഴ്സും മാർക്കറ്റേഴ്സും അതുപോലെ തന്നെ ഈ വെബ് ബ്രൗസേഴ്സിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ അല്ലേ, ഗൂഗിൾ പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, they will create certain program, clear, called adware that will collect information, clear, from the browser, clear, related to, clear, the browsing history of people or individual. അപ്പോൾ ഒരു വ്യക്തി എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് അല്ലേ, നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചില കമ്പനികൾക്ക് ഇത് മനസ്സിലാവും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സജഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ അഡ്വർടൈസ്മെൻറ്റ് പോപ്പപ്പ് ചെയ്ത് വരുന്നതിന്, നമ്മുടെ ബ്രൗസറിൽ എനേബിൾ ആക്കുന്നതിന് അവരെ സഹായിക്കുന്നു. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് ആഡ്വെയർസ് എന്ന് പറയുന്നത്. ദെൻ അഡ്വർടൈസ്മെൻറ്റ് ബാനേഴ്സ് ആർ ഡിസ്പ്ലേഡ് while program is running on or a web page is viewed. അല്ലെ, നമുക്കറിയാൻ പറ്റും, ഏതെങ്കിലും വെബ് പേജ് എടുക്കുമ്പോൾ, വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെബ് പേജ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അതിലിങ്ങനെ പേജുകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെ, അഡ്വർടൈസ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഡിസ്പ്ലേഡ് ഓൺ ദി പ്രോഗ്രാം വൈൽ റണ്ണിങ് അല്ലെ, ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡായിട്ട് അല്ലെങ്കിൽ
പാനൽ ആയിട്ട് ക്ലിയർ എന്തായിട്ട് ഹെഡിങ് പാനലിൽ അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് പോപ്പപ്പ് ചെയ്ത് വരുന്നതിന് കാരണമായിട്ട് മാറും. ഓക്കെ, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെയധികം ത്രെട്ടുള്ള കാര്യമല്ല, പക്ഷേ എങ്കിലും നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യുന്നു അല്ലേ. നമ്മൾ സെർച്ച് ചെയ്യുന്ന നമ്മുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ മറ്റൊരു ആൾക്കാർ നമ്മളെ പെർമിഷൻ ഇല്ലാതെ തന്നെ സ്റ്റീൽ ചെയ്യുന്നൊരു സാഹചര്യം എന്തിലൂടെ ഉണ്ടാവുന്നു? ആഡ്വെയർസിൻ്റെ ഫലമായിട്ടുണ്ടാവും. സോ ഇറ്റ് സ്ലോസ് ഇൻ്റർനെറ്റ്സ് അല്ലേ, ഇൻക്രീസസ് സിസ്റ്റം ഇൻസ്റ്റബിലിറ്റി, ഡിസ്റ്റർബ് വെബ് സെർച്ച് ആൻഡ് വ്യൂ, എക്സസീവ് പ്രോഡക്റ്റ് സജഷൻസ്. ക്ലിയർ? ഇതൊക്കെ ഇതിൻ്റെ ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്കാണ്. എന്തൊക്കെയാണ് വരിക? സോ ഇറ്റ് സ്ലോസ് ഡൗൺ ഇൻ്റർനെറ്റ് ചിലപ്പോൾ സ്ലോ ഡൗൺ ആയിട്ട് മാറും അല്ലേ. കുറേയധികം കണ്ടൻറ്റുള്ള വീഡിയോ ഫയലോ ഓഡിയോ ഫയലോ ഒക്കെ ചിലപ്പോൾ നമുക്ക് പോപ്പപ്പായിട്ട് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് എന്താവും നമ്മുടെ വെബ് പേജ് തന്നെ ലോഡ് ചെയ്യാൻ ചിലപ്പോൾ സമയമെടുത്തുനിന്ന് വരും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇൻക്രീസസ് സിസ്റ്റം ഇൻസ്റ്റബിലിറ്റി, ചിലപ്പോൾ സിസ്റ്റം കൊളാപ്സിലേക്ക് ഇൻസ്റ്റബിലിറ്റിയിലേക്ക് ഇത് ലീഡ് ചെയ്യപ്പെടാം. ഡിസ്റ്റർബ് ദ വെബ് സെർച്ച് അല്ലേ, ഇതൊരു ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ വെബ് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെബ് പേജ് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഇത് മാറും. ക്ലിയർ? ദെൻ അഗെയിൻ വ്യൂ അല്ലേ, വെബ് വ്യൂവിൽ ചെയ്യുന്ന സമയത്ത് വീഡിയോ വ്യൂ ചെയ്യുക അല്ലെങ്കിൽ പേജ് വ്യൂ ചെയ്യുക, ഈ സമയത്തെല്ലാം അഡ്വർടൈസ്മെൻറ്റ് പോപ്പപ്പ് ചെയ്ത് വരുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാം. എക്സസീവ് പ്രോഡക്റ്റ് സജഷൻ. ക്ലിയർ? നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ സോളിസിറ്റ് ചെയ്യാതെ അൺസോളിസിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, കുറേയധികം പ്രോഡക്റ്റ് സർവീസ് സജഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് പറയും. സോ good adware will seek always users permission before get installed in the system. ക്ലിയർ? നല്ല കമ്പനികൾ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ ഗുഡ് ആയിട്ടുള്ള ആഡ്വെയർസ് എന്ത് ചെയ്യാറുണ്ട്? യൂസേഴ്സിൻ്റെ പെർമിഷൻ ചോദിക്കും. ക്ലിയർ? നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ആളുകൾക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ക്ലിയർ? ഡു യു ഹാവ് എനി റിസർവേഷൻ ഓൺ പാസിംഗ് ഓഫ് സച്ച് ഇൻഫർമേഷൻ ടു ദി മാർക്കറ്റേഴ്സ്? അങ്ങനെയുള്ള ഏതെങ്കിലും ചില ക്വസ്റ്റ്യൻസ് നമ്മളത് പോപ്പപ്പ് ചെയ്ത് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത്തരത്തിലുള്ളത് കൊടുക്കും. ക്ലിയർ? അതല്ലാതെ നമ്മൾ നോ കൊടുക്കുകയാണെങ്കിലോ ആ മെസ്സേജ് നമ്മുടെ സെർച്ചിങ് ഹിസ്റ്ററി ക്ലിയർ ആർക്ക് ഷെയർ ചെയ്യില്ല? കമ്പനികൾക്കോ ഓർഗനൈസേഷൻസിനോ മാർക്കറ്റേഴ്സിനോ ക്ലിയർ ഷെയർ ചെയ്യപ്പെടില്ല. ഇത് ഒരു ഗുഡ് ആഡ്വെയറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. സോ ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഓപ്ഷൻ ഫോർ റിമൂവിങ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആഡ്വെയർ അഥവാ നമ്മുടെ വെബ് ബ്രൗസറിലോ സിസ്റ്റത്തിലോ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ പോലും ക്ലിയർ അത് റിമൂവ് ചെയ്യാൻ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ അതിലുണ്ടാവും. ക്ലിയർ? റിമൂവ് ആഡ്വെയർ അല്ലേ. ചില മെയിലൊക്കെ വരുന്ന സമയത്ത് അല്ലേ അഡ്വർടൈസ്മെൻറ്റ് മെയിൽ വരുമ്പോൾ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇഫ് യു ഡോണ്ട് ലൈക്ക് ടു റിസീവ് ദിസ് മെയിൽ ഇൻ ഫ്യൂച്ചർ പ്ലീസ് അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വരില്ല. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിൽ ആഡ്വെയർസ് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്, ചെറിയ തരത്തിലൊരു ത്രെട്ടായിട്ടത് മാറാം. ദെൻ സ്പൈവെയർ. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രെട്ടാണ് എന്ത്? സ്പൈവെയർ അല്ലെങ്കിൽ സ്പൈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, സോ എ സോഫ്റ്റ്വെയർ ദാറ്റ് എനേബിൾസ് ഇറ്റ്സ് യൂസർ ടു ഒബ്റ്റെയിൻ കവേർട്ട് ഇൻഫർമേഷൻ അബൌട്ട് another's computer activity by transmitting data covertly from their hard drive. So it is a specifically designed software that enables a person or a group of person or attackers covert information about another computer system. അല്ലേ, മറ്റൊരു കമ്പ്യൂട്ടർ യൂസറുടെ മറ്റൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഉള്ള അവരുടെ ഹാർഡ് ഡ്രൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില വിവരങ്ങൾ അവരറിയാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒതൻറ്റിക്കേഷൻ ഇല്ലാതെ ക്ലിയർ അവൈൽ ചെയ്യിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ്, പ്രോഗ്രാമുകളെയാണ്, കോഡുകളെയാണ് എന്ത് പറയുന്നത്, സ്പൈവെയർ പ്രോഗ്രാംസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഇതെന്താണത്? ഒരു മാൽവെയർ ആണ്, മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ഇതിൻ്റെ പർപ്പസ് മിക്കവാറും ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക, ക്രൈം കമ്മിറ്റ് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോ ഇറ്റ് ഈസ് എ malicious software that collects information from a computing system without the user's consent or knowledge. അല്ലെ, ഒരു യൂസർ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓണർ അയാൾ അറിയാതെ അയാളുടെ കൺസെൻറ്റോ നോളേജോ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, അയാളുടെ ഇൻഫർമേഷൻ അയാളുടെ സിസ്റ്റത്തിൽ നിന്ന് മോഷ്ടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ? ഏത്? സ്പൈവെയർ എന്ന് പറയുന്നത്. സോ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് സ്പൈവെയർ
ക്യാൻ ക്യാപ്ചർ കീ സ്ട്രോക്ക്. എന്തൊക്കെയാണ് ഈ സ്പൈവെയറിൻ്റെ ഫലമായിട്ട് സാധാരണ ചെയ്യുക? കീ സ്ട്രോക്ക് അല്ലേ, നമ്മുടെ യൂസർ ID പാസ്വേഡ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്ലിയർ കീ ലോഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കീ ലോഗിൻ ചെയ്യുന്നതിന് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ, അതിന് വേണ്ടിയുള്ള ഒരു വൈറസ് പ്രോഗ്രാം വിടുന്നു. വൈറസ് നമ്മുടെ സിസ്റ്റത്തിൽ എന്താവും? ഇൻസ്റ്റാൾഡ് ആവും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ക്ലിയർ, ഇപ്പോൾ ലോഗിൻ പേജ് എടുത്ത് നമ്മൾ യൂസർ ID പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്യുന്നു. ഓരോ ലെറ്റേഴ്സും ക്ലിയർ അതെന്ത് ചെയ്യും? അത് ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? നെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് എന്ത് ചെയ്യും? ഇത് കൺസേൺഡ് ഡെസ്റ്റിനേഷനിലേക്ക് നെറ്റ് വഴി എന്ത് ചെയ്യും? അയച്ചു കൊടുക്കുക. അപ്പോൾ അറ്റാക്കേഴ്സിന് അത് ലഭിക്കും. ക്ലിയർ, അങ്ങനെ ലഭിക്കത്തക്ക രീതിയിലായിരിക്കും ഈ സ്പൈവെയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ. സോ അത്തരത്തിൽ ഇതൊരു കീ സ്ട്രോക്സ്, കീ ലോഗിങ് ക്ലിയർ അത് ക്യാപ്ചർ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട്സ്. ചില സ്പൈവെയർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ആക്ടിവിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? സ്ക്രീൻഷോട്ട് നമ്മൾ അറിയാതെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എടുക്കുന്ന സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യും? നമ്മൾ നെറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ അറ്റാക്കേഴ്സിന് അല്ലെങ്കിൽ ഇങ്ങനെ സ്പൈവെയർ ചെയ്യുന്ന ഹാക്കേഴ്സിന് എന്ത് ചെയ്യും? അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ക്ലിയർ. So it will get automatically transferred without the knowledge of the user, the screenshots clear of the computer. Then authentication credential clear. നമ്മൾ സാധാരണ ഇതിൽ ഒതൻറ്റിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ സെക്യൂരിറ്റി കീ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കീ ക്ലിയർ, പ്രൈവറ്റ് കീ അല്ലെങ്കിൽ യൂസർ ID പാസ്വേഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇത് സ്റ്റീൽ ചെയ്ത് ക്ലിയർ മനസ്സിലാക്കി എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്ത് അയച്ചു കൊടുക്കും. ഓക്കെ, സ്പൈ ചെയ്ത് അയച്ചു കൊടുക്കും. ദെൻ ഇൻ്റർനെറ്റ് യൂസേജ് ഹാബിറ്റ്സ്. അതുപോലെ തന്നെ നമ്മൾ ഏതെല്ലാം സൈറ്റുകളാണ് സെർച്ച് ചെയ്തത് ക്ലിയർ, നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി ക്ലിയർ, സൈറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ സെർച്ച് ഹിസ്റ്ററി ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അയച്ചു കൊടുക്കുന്ന പ്രോഗ്രാംസ്. ദെൻ ആൻഡ് അതർ പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിയർ, നമ്മുടെ മറ്റുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, അക്കൗണ്ട് ഡീറ്റെയിൽസോ മറ്റുള്ള കാര്യങ്ങളോ ഇതെല്ലാം അയച്ചു കൊടുക്കുന്ന പ്രോഗ്രാം. ഇതെല്ലാം വൈറസിൻ്റെ രീതിയിലാണ് സ്പ്രെഡ് ചെയ്യപ്പെടുക. വൈറസ് ഫോംസ് ഒക്കെ ആയിട്ടാണ്, ബോട്ട് നെറ്റ് ഒക്കെ ആയിട്ടാണ് മിക്കവാറും എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യുക, സ്പൈവെയർ ചെയ്യുന്നത്. ദെൻ സോ യൂഷ്വലി ഗെറ്റ് എംബഡഡ് വിത്ത് ദി അതർ സോഫ്റ്റ്വെയർ. സാധാരണ സ്പൈവെയർ എങ്ങനെ അയക്കുക? സ്പൈവെയർ ആണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ട് കൊടുക്കുമോ? അല്ലെങ്കിൽ കൊടുത്താൽ ആരെങ്കിലും ഉപയോഗിക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? സോ ഇറ്റ് വിൽ ബി ഗെറ്റ് എംബഡഡ് വിത്ത് അതർ സോഫ്റ്റ്വെയർ. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഫയലോ അല്ലെങ്കിൽ കണ്ടൻറ്റോ മൾട്ടിമീഡിയ കണ്ടൻറ്റോ അതിനിടയിൽ അതിനോടൊപ്പം എന്ത് ചെയ്തതിന്? എംബഡ് ചെയ്തിട്ടുണ്ടാവും. എന്താ എംബഡ് ചെയ്യുക പറഞ്ഞാൽ? അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ. അപ്പോൾ അതിനോട് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അത് വിടുക. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ, ആ വീഡിയോയിലായിരിക്കും ചിലപ്പോൾ ഒരു സ്പൈവെയർ ഉണ്ടാവും. നമ്മളെ വീഡിയോ ചിലപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സെൻസേഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലിക്ക് ചെയ്ത് വ്യൂ ചെയ്യും. വ്യൂ ചെയ്യുന്ന സമയത്ത് എന്താവും? ഇത്തരത്തിലുള്ള സ്പൈവെയർ ഡൗൺലോഡ് ആവും. അതുപോലെ തന്നെ ഒരു ഇമേജ് അല്ലേ, ഫോട്ടോ, പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സെൻസേഷൻ ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും. നമ്മളത് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും? ഇത് ഡൗൺലോഡ് ആവും. ക്ലിയർ. അതിനോട് എംബഡ് ചെയ്തിട്ടായിരിക്കും അയക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ഫയലുകൾ, കമ്പ്യൂട്ടർ ഫയലുകൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലേ, സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്ലിയർ നോക്കുന്ന സമയത്ത് നമുക്ക് സൈറ്റിൽ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കണ്ടു, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കണ്ടു. ക്ലിയർ. നല്ല രീതിയാണെന്ന് തോന്നിയിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ അതിലോട് എന്ത് വരും? ഈ മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കിടക്കും. ക്ലിയർ. ഇങ്ങനെയൊക്കെയാണ് സ്പൈവെയർ സാധാരണ വരിക. സോ ഫയൽസ് ആയിട്ട്, വീഡിയോ ആയിട്ട്, ഓഡിയോ ആയിട്ടൊക്കെ ഇത് എംബഡഡ് ആയിട്ട് മാറുന്നു. സോ ആപ്ലിക്കേഷൻ അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ടും വരാം, ആപ്പുകളായിട്ട് വരാം, അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസമിനേഷൻ മാർഗങ്ങൾ. ദെൻ 4 ടൈപ്പ് ഓഫ് സ്പൈവെയേഴ്സ് ഉണ്ട് പ്രധാനമായിട്ട് കേട്ടോ. എന്തൊക്കെയാണത്? ആഡ്വെയർ ക്ലിയർ, ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ആഡ്വെയറും ഒരു തരത്തിൽ പറഞ്ഞ സ്പൈവെയറാണ് അല്ലേ, നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആഡ്വെയർ. ക്ലിയർ. സിസ്റ്റം മോണിറ്റേഴ്സ്, സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി അല്ലേ, സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കീ ലോഗിങ് ക്ലിയർ, കീ സ്ട്രോക്സ് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സിസ്റ്റം മോണിറ്റേഴ്സ് പ്രോഗ്രാമായിട്ട് വരാം. ക്ലിയർ. വെബ് ട്രാക്കിംഗ്, നമ്മൾ വെബ് ഹിസ്റ്ററി അല്ലെങ്കിൽ വെബ് സെർച്ചിങ് ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടി അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാൽവെയർ ഉണ്ടാകുമ്പോൾ അത് വെബ് ട്രാക്കിംഗ് ആയിട്ടുള്ള സ്പൈവെയർ ആണ്. അതുപോലെ തന്നെ ട്രോജൻസ്. ക്ലിയർ. ഇപ്പോൾ ട്രോജൻ്റെ ഒരു പ്രത്യേകത എന്താ? അത് ഡിസ്ഗൈസ്ഡ് ആയിട്ട് ക്ലിയർ ഒരെണ്ണം പോലെ തോന്നും, പക്ഷെ അത് ശരിക്കും ജെന്യൂനായിട്ടുള്ള എന്തോ ഒരു കാര്യം ഫയൽ പോലെ തോന്നും, പക്ഷേ അതിലായിരിക്കും എന്തുണ്ടാവുക? ഈ സ്പൈവെയർ ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രോജൻ എന്ന് പറയുക. ക്ലിയർ. ഒരെണ്ണം അല്ലേ, ട്രോജൻ ഹോഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുതിര പോലെ ഉണ്ടാവും, പക്ഷേ കുതിരയുടെ ഉള്ളിൽ എന്തായിരുന്നു? പട്ടാളക്കാരുണ്ടായിരുന്നു. അതുപോലെ സ്പൈ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ഇത്. ക്ലിയർ. ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്രോഗ്രാം പോലെ, ഫയൽ പോലെ, കണ്ടൻറ്റ് പോലെ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് മാറും? അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് ഇൻസ്റ്റാൾഡ് ആവും, പിന്നീട് അത് സ്പൈവെയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന പ്രധാനപ്പെട്ട സ്പൈവെയേഴ്സ്.
സോ ഹു ഈസ് സ്പൈ? ആരാണ് പ്രധാനമായിട്ടും സ്പൈ ചെയ്യുക? ക്ലിയർ? പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ അറ്റാക്കേഴ്സ്. ക്ലിയർ? ഒരു കാറ്റഗറി ഓഫ് സ്പൈ ക്ലിയർ ചെയ്യുന്ന വ്യക്തികളാണ് ഓൺലൈൻ അറ്റാക്കേഴ്സ് അല്ലേ? പ്രധാനമായിട്ടും ഓൺലൈൻ പ്രോസസ്സുകളിൽ, ഓൺലൈൻ സിസ്റ്റം, വെബ്സൈറ്റുകൾ, ക്ലിയർ, ഓൺലൈൻ സർവീസുകൾ, ഇതൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആൾക്കാർ. അവരെന്ത് ചെയ്യാറുണ്ട്? അവർക്ക് ഈ ഹാക്കിംഗ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സോ ദേ വിൽ ട്രൈ ടു സ്പൈ. ക്ലിയർ? സോ അവർ സ്പൈ വെയറൊക്കെ ഉണ്ടാക്കി വിടാം. ക്ലിയർ? മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ അല്ലേ? കുക്കീസ് അതുപോലെ തന്നെ ആഡ് വെയറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? മിക്കവാറും മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് ആണ് അല്ലേ? മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രോഡക്റ്റോ സർവീസുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസും സ്പൈ വെയർ അല്ലേ, ആഡ് വെയർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അത് ചെയ്യാറുണ്ട്. ദെൻ സ്പൈയിങ് ബൈ ട്രസ്റ്റഡ് ഇൻസൈഡേഴ്സ്. അതുപോലെ തന്നെ സ്പൈയിങ് ബൈ ഇൻസൈഡേഴ്സ് അല്ലേ? ട്രസ്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കണ്ടഡ് എംപ്ലോയീസ് എന്ന് പറയും. ക്ലിയർ? ചില എംപ്ലോയീസിന് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത്ര താല്പര്യം ഉണ്ടാവില്ല. ക്ലിയർ? ഡിസ്കണ്ടഡ് ആയിരിക്കും. അവരെന്ത് ചെയ്യും? നമ്മുടെ ഓർഗനൈസേഷനിലെ വിവരങ്ങളൊക്കെ മോഷ്ടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും കമ്പനികൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഒപ്പോണൻ്റായിട്ട് വരുന്ന അല്ലേ, എഗൻസ്റ്റ് ആയിട്ട് വരുന്ന കമ്പനിയിലെ ഏതെങ്കിലും കുറച്ച് എംപ്ലോയീസിന് എന്ത് ചെയ്യും? സ്പൈ ആയിട്ട് വയ്ക്കും. ക്ലിയർ? അവരിലൂടെ എന്ത് ചെയ്യാം? സ്പൈ വെയറൊക്കെ ഡിസമിനേറ്റ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യും. ഇങ്ങനെയും സംഭവിക്കാം. ക്ലിയർ? സോ സ്പൈയിങ് ബൈ ട്രസ്റ്റഡ് ഇൻസൈഡേഴ്സ്. ക്ലിയർ? ഇൻസൈഡർ ഹിയർ മീൻസ് ഓർഗനൈസേഷന് തന്നെ ഭാഗമായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് സാധാരണ സ്പൈയിങ് നടക്കുന്നത്. ഓക്കെ, ഇമ്പാക്റ്റ് ഓഫ് സ്പൈ വെയർ. ഇമ്പാക്റ്റ് ഓഫ് സ്പൈ വെയർ എന്താ? ക്ലിയർ? എന്തൊക്കെ ഇമ്പാക്റ്റാണ് വരിക? ആർക്കൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവും? എല്ലാ തരത്തിലും ഇമ്പാക്റ്റ് വരുന്നതാണ് സ്പൈ വെയർ അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ട്? ഇമ്പാക്റ്റ് ഓൺ ഇൻഡിവിജ്വൽസ് അല്ലേ? ഇൻഡിവിജ്വൽസിന് ഇമ്പാക്റ്റ് ഉണ്ട്. അവരുടെ പേഴ്സണൽ ഡാറ്റ, ക്ലിയർ, അവരുടെ പ്രൈവസി, ക്ലിയർ, അവരുടെ വെബ് സെർച്ചിങ് ഹിസ്റ്ററി, അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളൊക്കെ ഇതിലൂടെ എന്ത് ചെയ്യപ്പെടുന്നു? അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, അവരുടെ ഡാറ്റ, ഇതെല്ലാം സ്റ്റീൽ ചെയ്യപ്പെടാനുള്ള, ഹാക്ക് ചെയ്യപ്പെടാനുള്ള, അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് വൈ ഇമ്പാക്റ്റ് ഓൺ ഇൻഡിവിജ്വൽ വളരെയധികം വ്യാപകമാണ്, വളരെയധികം ഇമ്പാക്റ്റ് ഉള്ളതാണ്. ഇമ്പാക്റ്റ് ഓൺ ഓർഗനൈസേഷൻ അല്ലേ? കമ്പനികൾ അവരുടെ ട്രേഡ് സീക്രട്ട്, പാറ്റൻറ്റ് അല്ലേ, പാറ്റൻറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ഫോർമുല അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോർമുല, ക്ലിയർ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോമ്പിനേഷൻ, ക്ലിയർ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇതൊക്കെ സ്പൈ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ തീം, അഡ്വർടൈസ്മെൻറ്റ് കണ്ടൻറ്റ്, കോപ്പിങ്, ക്ലിയർ, അഡ്വർടൈസ്മെൻറ്റ് കോപ്പി, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അവരുടെ പ്രോഗ്രാം പ്ലാനിങ് സ്ട്രാറ്റജി ഇതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടും? സ്റ്റോൾ ചെയ്യപ്പെടാം. അതുകൊണ്ട് സ്റ്റീൽ ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഓർഗനൈസേഷൻസിനും ഇമ്പാക്റ്റ് ഉണ്ട്. ദെൻ ഇമ്പാക്റ്റ് ഓൺ ഗവൺമെൻറ്. ഗവൺമെൻറ്റും അല്ലേ വളരെയധികം ഇമ്പാക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ കേസിലുള്ള ഇമ്പാക്റ്റ് എന്താ? സാധാരണഗതിയിൽ അല്ലേ ഗവൺമെൻറ് സിറ്റിസൺസിൻ്റെ ഒക്കെ ഡാറ്റ കീപ്പ് ചെയ്ത ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സോ വളരെയധികം ഗവൺമെൻറ്റിൻ്റെ പോളിസി, പ്രോഗ്രാം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെടാം? മോഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ക്ലിയർ? സോ ഗവൺമെൻറ്റും ഇമ്പാക്റ്റ് ചെയ്യപ്പെടും. സർവീസൊക്കെ ചിലപ്പോൾ ഇത്തരത്തിൽ ക്ലിയർ ഇൻറ്റൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് എത്തുന്നതിന് പകരം അത് ഡൈവേർട്ട് ചെയ്യപ്പെടാനൊക്കെ ഇതുവഴി ഇടയാക്കപ്പെടും. ദെൻ ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. സൊസൈറ്റിക്കിടയിലും ഇത് വലിയൊരു ഇമ്പാക്റ്റ് ചെലുത്തുന്നു അല്ലേ? നമ്മുടെ ഇൻഫർമേഷൻ കുറേയധികം സ്റ്റീൽ ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ക്ലിയർ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, സോ സോഷ്യൽ ഇമ്പാക്റ്റും വളരെ കൂടുതലാണ്. ഓക്കെ, പീപ്പിൾ, സിറ്റിസൺസ് അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ പേഴ്സണൽ ഡാറ്റ, പ്രൈവസി, ക്ലിയർ, ഡാറ്റ സെക്യൂരിറ്റി ഇതൊക്കെ ഇഷ്യൂ ആയിട്ട് മാറും. ഓക്കെ, ഇമ്പാക്റ്റ് ഓൺ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ? കമ്പ്യൂട്ടർ സിസ്റ്റം ഇതിനെ ബാധിക്കും. കാരണം എന്താ? നെറ്റ് സ്ലോ ആവാം, സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറയും, സ്റ്റോറേജ് വളരെയധികം കൂടിയെന്ന് വരാം, ക്ലിയർ, അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി ക്ലിയർ റിപ്പോർട്ട് ചെയ്യപ്പെടാം. അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള സിസ്റ്റം പ്രോബ്ലംസ് വരാം. ഓക്കെ, ഹാങ് ആയിട്ട് മാറാം, ഹാർഡ്വെയർ ഫെയിലിയർ വരാം. ക്ലിയർ? ഇതെല്ലാം ഇതിൻ്റെ എന്താണ്? സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ്. ഇതെല്ലാം സ്പൈ വെയർ കൊണ്ട് വരാവുന്ന ഇമ്പാക്റ്റുകളാണ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദി ആസ്പെക്ട്സ് റിലേറ്റഡ് ടു സ്പൈ വെയർ.